മരണമാസ് എനിക്ക് തോന്നുന്നു ഈ പഴത്തിലൊക്കെയാണ് പേരെഴുതി വെച്ചിരിക്കുന്നത്. എന്താ അത്? പേപ്പർ കിട്ടാൻ ഇതേപോലുള്ള ഒരു സിഗ്മ മെയിലിനെ ലൈഫിൽ കണ്ടിട്ടുണ്ടായിരുന്നു? അല്ല, സിഗ്മ മെയിലിന്റെ അർത്ഥം സ്റ്റാർ എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ കമന്റ് ഒക്കെ മന്ത്ലി ഹിറ്റ് സ്റ്റാർ, ലക്കി സ്റ്റാർ. പക്ഷെ അതിന്റെ ഒരു അഹങ്കാരം അതൊക്കെ ഉണ്ട്. ഇന്റർവ്യൂവിൽ ഇതൊക്കെ അഭിനയമല്ലേ? പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഫ്രണ്ട് എനിക്ക് ഇളകണം, എന്റെ 2 മീറ്റർ ബാക്കില്ലേ നിങ്ങൾ വരാവും. 2025 നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല വർഷമാവട്ടെ. 2025 എന്തുണ്ടെങ്കിലും തുടക്കം വിടുന്ന, അതുകൊണ്ട് ആർക്കും ഒരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ. മരണമാസ് കൊമേഡിയൻ സിജു. ഓക്കെ, സിജു ചേട്ടൻ പറഞ്ഞ എന്തെങ്കിലും കോമഡി ഈ ഒരു സന്ദർഭത്തിൽ? ഇച്ചിരി നേരം പറഞ്ഞില്ലേ പാൻ ഇന്ത്യ എന്ന് പറഞ്ഞപ്പോ പാൻ ഇന്ത്യ എന്തൊരു തമാശ. മരണമാസ് ആക്ടർ, മരണമാസ് മരണമാസ് ഡാൻസർ, സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്നു. ആണോ? ചാമ്പ്യൻ. പൊന്മാൻ OTT റിലീസ് ആയതിനു ശേഷം PP രാജേഷ് വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ബേസിൽ ജോസഫും കൂട്ടരും മരണമാസ് ലുക്കിൽ അഴിഞ്ഞടാൻ പോകുന്ന ഒരു സിനിമ ഇപ്പോൾ റിലീസ് ആകുമ്പോഴാണ് മരണമാസ്. അതിൻ്റെ വിശേഷങ്ങളുമായി ടീം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. സോ ലെറ്റ് മീ വെൽക്കം ബേസിൽ ജോസഫ്, രാജേഷ് ചേട്ടൻ, അനിഷ്മ, സുരേഷ് ചേട്ടൻ ആൻഡ് സിജു സനി. വെൽക്കം. ഫുഡൊക്കെ കഴിച്ച് സെറ്റ് ആയിട്ടിരിക്കുകയാണ് അല്ലേ? കഴിച്ചില്ലേ? ഈ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ഒരു വലിയൊരു യൂണിവേഴ്സ് തന്നെ സൃഷ്ടിച്ച ഒരു സിനിമയാണ് ഫൈനലി റിലീസിലേക്ക് വരുന്നത്. എന്താ നിങ്ങൾക്ക് ഒരു എനർജി ഇല്ലാത്തെ? ഇല്ല, ചോദ്യം എനർജി ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ സൃഷ്ടിച്ച് ഇപ്പോൾ ഫൈനലി റിലീസിലേക്ക് വരുമ്പോഴേക്കും മരണമാസ് എനിക്ക് തോന്നുന്നു ഈ പഴത്തിലൊക്കെയാണ് പേരെഴുതി വെച്ചിരിക്കുന്നത്. എന്താ അത്? പേപ്പർ കിട്ടാൻ ഈ പഴം ഈ കഥയിൽ സീരിയസ് ആയിട്ട് എടുത്തോണ്ടിരിക്കുകയാണ്. പഴം നമ്മുടെ കഥയിലൊരു കഥാപാത്രമാണ്. എനിക്ക് തോന്നി, ഞാൻ പറഞ്ഞിരുന്നു. ആണോ കണ്ടുപിടിച്ചത്? പേര് പറയാവോ? ആ പഴത്തിന്റെ പേര് പറയാവോ? അതെനിക്കറിയില്ലല്ലോ. പഴം കഴിക്കാറുണ്ടോ? റോബസ്റ്റ് കഴിക്കും, പിന്നെ മറ്റേ കുഞ്ഞിപ്പഴം. നൊമ്പരപ്പൂ എന്നൊരു പഴം ഉണ്ടോ? അറിയോ? അറിയോ? കഴിച്ചിട്ടുണ്ടോ? സ്ഥലം എവിടെയാ? കൊടുങ്ങല്ലൂർ. കൊല്ലം അങ്ങോട്ട് മാത്രം ട്രിവാൻഡ്രം വരെ ആ ഭാഗത്തൊക്കെ കിട്ടുന്ന ഒരു പഴമാണത്, നൊമ്പരപ്പൂവൻ. ഇത് ഭൂമിക്കടിയിലായതുകൊണ്ടാണ് കുഴിച്ചെടുത്തിട്ട്. നമ്മുടെ നാട്ടിലങ്ങനെ എറണാകുളത്തൊന്നും കിട്ടത്തില്ല അത്. അങ്ങനെ പഴമുണ്ട് കേട്ടോ, അന്വേഷിച്ചാൽ മതി. നൊമ്പരപ്പൂവൻ. ഞാലിപ്പൂവൻ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഇത് പാളയംകോടൻ എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒരു പഴമാണത്. അധികം ആർക്കും അറിയില്ല അത്, കാരണം അത്രയും കേരളം മുഴുവൻ ഈ പഴമില്ല, ചില ഏരിയയിൽ മാത്രമേ. കിട്ടാനും ഭയങ്കര റയറാണ്, മണ്ണിന്റെ അടിയിലായതുകൊണ്ട് എലി വന്ന് കരണ്ടിട്ട് പോകും. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു നോർമൽ പഴം വേണ്ട, ഈ കഥയ്ക്കകത്തൊരു പഴം കഥാപാത്രം ആകുമ്പോഴത്തേക്കും റയർ ആയിട്ടുള്ളൊരു ബ്രീഡ് നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സെലക്ട് ചെയ്തൊരു പഴമാണ്. വീട്ടുകാരൊക്കെ കേട്ടിട്ടുണ്ടാവും, ചോദിച്ചാൽ പഴയ ആൾക്കാർക്ക് അറിയാൻ പറ്റും. സുരേഷ് ചേട്ടൻ അറിയാം, ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. ഓക്കെ, നമ്മൾ മരണമാസിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിലെ പറ്റൂ, നമുക്ക് എമ്പുരാനെന്ന് തുടങ്ങാം. മരണമാസം പറയാൻ പറ്റുള്ളൂ.
അതെന്താ പറയുക, ഇവിടെ ഭയങ്കര തണുപ്പ്, അതുകൊണ്ട് ഫ്ലോ കിട്ടുന്നില്ല. AC കുറയ്ക്ക് പോകുന്ന പടത്തിന്റെ പേരൊക്കെ മാറി പോയില്ലേ? ചേട്ടാ പറ, ബേസിൽ ചേട്ടാ പറയൂ. ഇതിൽ ഭയങ്കര ഇതാണ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ലുക്ക് അല്ലേ? ലുക്ക് വെച്ചിട്ടുണ്ട്. ഇത് അതാണ് അതന്നെ. ഇത് തൊപ്പിയൊക്കെ ഇട്ട് കുറെ കാലം നടന്നത് ഇതുകൊണ്ട് ഈ ലുക്കിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് അന്നേരം റിവീൽ ചെയ്യാതെ അങ്ങനെ വെച്ച് ഫസ്റ്റ് ലുക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെ ഒരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചോണ്ടിരുന്നത്. ഇത് ശിവപ്രസാദാണ് ഇതിന്റെ സംവിധായകൻ. ഞങ്ങൾ ഒരുമിച്ച് മിന്നൽ മുരളിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ശിവൻ അതിന്റെ ഡയറക്ഷൻ ടീമിലുണ്ടായിരുന്നു. അതുപോലെ അതിൻ്റെ അകത്ത് അൺഒഫീഷ്യലായിട്ട് കാസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് ശിവപ്രസാദാണ് മിന്നൽ മുരളിയിൽ. ഇപ്പൊ രാജേഷിനെയൊക്കെ ആ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തതൊക്കെ ശിവപ്രസാദാണ് ആക്ച്വലി. പിന്നെ അങ്ങനെ കുറെ ആക്ടേഴ്സിനെ, അതിലെ ചെറുതും വലുതായിട്ടുള്ള പല പല ആക്ടേഴ്സിനെ കാസ്റ്റ് ചെയ്യാൻ സജസ്റ്റ് ചെയ്തതൊക്കെ ശിവനാണ്. അപ്പോൾ പുള്ളി മുമ്പ് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തപ്പോഴും ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തു തുടങ്ങിയത്. അവൻ്റെ മഞ്ഞാന, അപ്പൂപ്പൻ ഡാഡി എന്നൊക്കെ പറഞ്ഞ ഷോർട്ട് ഫിലിമൊക്കെ ഞങ്ങളൊക്കെ ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഷോർട്ട് ഫിലിംസാണ്. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങിയത്. അങ്ങനെ ഞാൻ ഒരുമിച്ച് സിനിമയിലേക്ക് വന്ന് ഞങ്ങൾ മിന്നൽ മുറിയിലൊക്കെ വർക്ക് ചെയ്തു. ശിവൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭം എന്നുള്ളൊരു രീതിയിൽ ഉള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അതുകൂടാതെ ടൊവിനോ തോമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ എന്നുള്ള മറ്റൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ സിജു സണ്ണി ആദ്യമായി തിരക്കഥ എഴുതുന്നു എന്ന് പറയുന്ന മറ്റൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആയിട്ടൊരു ഫൺ ഫാമിലി കോമഡി, അങ്ങനത്തെ ഒരു ഡാർക്ക് കോമഡി എന്നൊക്കെ പറയുന്ന പോലത്തെ ജോണറിൽ വരുന്ന പോലത്തെ കുറച്ച് കളർഫുള്ളൊക്കെ ആയിട്ടുള്ള കുറച്ച് സറ്റയർ ഉണ്ട്, സ്പൂഫ് ഉണ്ട്, പഴയ സിനിമകളുടെ കുറച്ച് പാരഡിയൊക്കെ ഉണ്ട്, അങ്ങനെയുണ്ട്. പിന്നെ ഇപ്പോഴത്തെ റീൽസിലും അവിടെ ഇവിടെയൊക്കെ പോപ്പ് കൾച്ചറിലൊക്കെ തരംഗമായിട്ടിരിക്കുന്ന ഇങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സും കുറേ ഡയലോഗുകളും അങ്ങനെയൊക്കെ ഇട്ട് അതൊക്കെ ഇതിൻ്റെ അകത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആയിട്ടൊരു രസമുള്ളൊരു ഫൺ സിനിമ. ഓക്കെ. ഈ മരണമാസം എന്ന് പറയുന്നത് എഴുതിയതാണല്ലോ, എന്താ ഇനി ഇന്നത്തെ ഒന്നും പറയാൻ. അപ്പോ എന്തായിരുന്നു ആ ഒരു തിരക്കെഴുതി എഴുതാനുണ്ടായ ഒരു സാഹചര്യം? എന്തെങ്കിലും എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ ഇതേപോലുള്ള ഒരു സിഗ്മ മെയിലിനെ ലൈഫിൽ കണ്ടിട്ടുണ്ടായിരുന്നോ? അല്ല, സിഗ്മ അർത്ഥം അല്ല, ഇതുപോലുള്ള കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്, നമുക്കൊക്കെ അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഇത് എഴുതിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് തൊട്ടേ സ്കെച്ചൊക്കെ എഴുതാറുണ്ട്. അപ്പം അങ്ങനെ അങ്ങനെ ഒരു സിനിമ എഴുതുമെന്നൊന്നും എനിക്കൊന്നും അറിയത്തൊന്നുമില്ലായിരുന്നു. അങ്ങനെ ശിവചേട്ടനായിട്ടിരുന്നപ്പോൾ ആണ് ഇങ്ങനൊരു കഥയെ പറ്റി ഞാൻ പറയുന്നതും, പിന്നെ അത് ഡിസ്കഷൻ ആവുന്നു, പിന്നെ അത് വൺ ലൈൻ ആവുന്നു, പിന്നെ അത് ചോദിച്ചതിൻ്റെ അടുത്ത് പ്രൊഡക്ഷൻ സംസാരിക്കുന്നത്. ആദ്യം തന്നെ അത് ഓണായി, പിന്നാണ് ഇതിലേക്ക് എല്ലാവരും ഓണാവുന്നതും ഇല്ലാവുന്നതും അല്ല. ഈ എനിക്ക് തോന്നുന്നു ബേസിൽ ജോസഫ് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് കണ്ടിട്ടാണോ ടോണി ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യാന്ന് സമ്മതിച്ചത്? അല്ല, കഥ കേട്ടിട്ടാ? അല്ല, അതെ ആണോ? അല്ല, ഇത് ഓണായിരുന്നു, പ്രൊജക്ട് ഓണായിരുന്നു. പിന്നെ ആർട്ടിസ്റ്റ് കച്ചവടം നോക്കാൻ തല വേണമല്ലോ, അപ്പോഴാണ് തല വരുന്നത്. അത് ചോദിച്ചേട്ടന് ഇടയ്ക്ക് കാലിന് ചെറിയ ഫ്രാക്ചർ പറ്റിയിട്ട് കിടന്നപ്പോഴാണ് ബേസിലേട്ടൻ അവിടെ എത്തുന്നതും കാണാൻ വന്നത്. അപ്പൊ പിന്നെ ചെറിയൊരു ചെറുതല്ല, ചെറിയ വലിയ രീതിയിലൊരു പ്രശ്നം. അപ്പം ബേസിലേട്ടൻ അവിടെ കാണാൻ വന്നപ്പോഴാണ് ഈ കഥയുടെ അടുത്ത ഡ്രാഫ്റ്റ് അറിയുന്നത്. അങ്ങനെ ചെയ്യാമൊക്കെ വന്നു. ഓക്കെ. സുരേഷ് ഏട്ടാ, ഇതിൽ എനിക്ക് തോന്നുന്നു ഈ ഒരിടക്ക് ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കൺവിൻസിങ് സ്റ്റാർ ആയിരുന്നു. അപ്പം ഇതിലെങ്ങനെയാണ് കൺവിൻസ് ചെയ്യുന്നുണ്ടോ? ഞാൻ നിങ്ങളുടെ ഇഡ്ഡലിയൊക്കെ കൺവിൻസ് ചെയ്ത് കഴിപ്പിക്കുന്ന വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. ഇഡ്ഡലിയൊക്കെ ആരും കഴിച്ചു പോകും, കൺവിൻസ് ചെയ്യുന്ന കാര്യമൊന്നുമില്ല. ഇത് ഫുൾ നൈറ്റ് ഷൂട്ടാണ്. രാവിലെ 6 മണിയാകുമ്പോ ഒരു കൺവിൻസിങ് വേണ്ട, തന്നെ പോയി കഴിച്ചോളൂ. നല്ല ചൂടുള്ള ഇഡ്ഡലി കൺവിൻസിങ് തന്നെ കഴിച്ചോളൂ. നമ്മളൊക്കെ എണ്ണം പോലും നോക്കുന്നില്ല, അങ്ങനെ കഴിച്ചിട്ടുള്ളതാണ്. ഇത് ഫുൾ നൈറ്റ് ഷൂട്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ത്രൂ ഔട്ട് ഇങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ഒരു രാത്രി നടക്കുന്ന കഥയാണ് ബേസിക്കലി. അതിലൊരു ആ ബസ്സിന്റെ ഒരു ഡ്രൈവറാണ് ഞാൻ, കണ്ടക്ടറാണ് സിജു. ഇതൊക്കെ ഓരോ സ്ഥലങ്ങളിൽ നിന്നും ആ വണ്ടിയിൽ കയറി യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ത്രൂ ഔട്ട് ഷൂട്ടിങ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. ഒരാളില്ലാതെ ഷൂട്ട് നടക്കൂല, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ചേട്ടാ, എന്താണ് ചേട്ടന്റെ ട്രെയിലറില് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ടായിരുന്നു, ഭയങ്കര ഒരു വേറെ തന്നെ ഒരു മേക്ക് ഓവർ ലുക്ക് ഒക്കെയാണ്. ഞാനിതിലൊരു സീരിയൽ കില്ലർ ആയിട്ടാണ്. ചേട്ടനാണോ സീരിയൽ കില്ലർ? ഞാനാണത്. അപ്പൊ അങ്ങനെ ഒരു വേഷം ആദ്യമായിട്ടാണ്. അപ്പൊ അതിന് വേണ്ടിട്ട് മീശയൊക്കെ വെച്ചിട്ടുണ്ട്. കട്ടി മീശയൊക്കെ വെച്ചിട്ടുണ്ട്. അതെ. ശിവന്റെ ആദ്യത്തെ പടമാണ്. അപ്പൊ എന്റെ സുഹൃത്താണ് ശിവൻ. പിന്നെ ഇങ്ങനൊരു
വലിയൊരു ടീമിന്റെ കൂടെ ഇങ്ങനൊരു ഓളം പടം ഞാൻ ചെയ്യുന്നത്. അതെ അതെ ഈ ഓളം ഏതോളം ഉദ്ദേശിച്ചു? നല്ലൊരു ഓളം. ഇങ്ങനൊരു ഓളം പടം. അനിഷ്മ ട്രെയിലറിൽ കണ്ടു ഒരു ഇടിയൊക്കെ ഇങ്ങനെ കൊടുക്കുന്നത്, എങ്ങനെ ഉണ്ടായിരുന്നു? മൊത്തത്തില് ഭയങ്കര അടിപൊളി. അത് ഇടി കൊണ്ട അത് വെറുതെ കൊടുത്തത്, ശരിക്കും കൊടുത്തിട്ടൊന്നുമില്ല. ശരിക്കും കൊടുത്താൽ മലയാള സിനിമയാണ് ഇരിക്കുന്നത്. മലയാള സിനിമയിൽ തമിഴും എല്ലാം ആയിരിക്കും. തമിഴൊക്കെ ഇരിക്കുന്ന അവിടെ. പാൻ ഇന്ത്യ പാൻ ഇന്ത്യൻ സ്റ്റാർ ആണ് ഇപ്പൊ. ബാൻ ഇന്ത്യ. ബാനോ നിലവാരം വളരെ അവിടെ ചിരിച്ചു, ഇവിടെ ചിരിച്ചു, സുരേഷേട്ടൻ ചെറുതായിട്ട് ചിരിച്ചു. ഞാൻ actually അതൊക്കെ പിന്നെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി തിരിക്കുന്നതാണ്. വളരെ വളരെ കഴിഞ്ഞ ഈയിടെയായിട്ട് എന്റെ സിജു അത് വലിയൊരു കാര്യം. തുടങ്ങി എങ്കിൽ sorry പറ. Sorry പറയില്ല. സോറി സോറി അതെന്തുണ്ട്? എന്തുണ്ട് അത് വേണ്ട, ഇനി പറഞ്ഞു പറയാം. ഓക്കെ, നമ്മൾ ഈ പോസ്റ്റർ ഒക്കെ കാണുമ്പോഴേക്കും ഈ പണ്ടത്തെ ഒരു ഫേസ്ബുക്ക് ട്രെൻഡ് ഒക്കെ ഫോളോ ചെയ്ത ഒരു ഔട്ട്ലുക്ക് ആണ് ഈ മറ്റേ അല്ല, ഇതിപ്പോഴും ആൾക്കാരുണ്ടല്ലോ ഇത് പണ്ടത്തെ ഈ ലൈക്ക് മൈ പ്രൊഫൈൽ ഷെയർ ചെയ്യൂ പിള്ളേരെ, മറ്റേ പോപ്സ് സ്മോക്കീസ് അങ്ങനെയൊക്കെ പേരിന്റെ കൂടെ ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള. മസ്താനിയുടെ ഫേസ്ബുക്ക് ഐഡി എന്തായിരുന്നു പണ്ട്? ഉണ്ടായിരുന്നോ ഫേസ്ബുക്ക്? ഗുസ്തി വിസ്തു മസ്താനി. ഇല്ല ഇല്ല, എനിക്ക് ഇൻസ്റ്റാഗ്രാം ആയിരുന്നു മിസ്റ്റീരിയസ് മസ്താനി. എന്തുവാ? ഇത് വലിയ പണ്ടൊന്നുമല്ല, ഇപ്പോഴും ഉണ്ട്. മസ്താനി മാത്രമേ ഉള്ളൂ, മിസ്റ്റീരിയസ് കട്ട് ചെയ്ത് ആ ഈ ഷോയുടെ വരുന്ന മസ്താനി. മസ്തി വിസ്തു മത്തി എന്നൊക്കെ. മത്തിയല്ല, മസ്തി ഓക്കെ. മസ്തി വിത്ത് മസ്താനി. മസ്തി വിത്ത് മസ്താനി. ധ്യാൻ ചേട്ടനിട്ട് വരാം. അതെ അതെ, ഞങ്ങൾ എല്ലാ മാസവും ഇങ്ങനെ ഞാൻ ഇവിടത്തെ ഒരു കുടുംബത്തെ പോലെ മസ്താനിയും ഇവരും പയ്യന്മാരും നമ്മളെല്ലാം നമ്മുടെ ആൾക്കാരാണ്. ഓൺലൈൻ സ്റ്റാർ. അതെ. ആര് ബേസിൽ ചേട്ടനോ? എല്ലാ മാസം ഉണ്ടെന്നാ പറയുന്നത്. എല്ലാ മാസം ഇന്റർവ്യൂ. പടങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കല്ലേ. സത്യം, അത് ഭയങ്കര എന്താല്ലേ മന്ത്ലി സ്റ്റാർ എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ കമന്റ് ഒക്കെ കാണുന്നത്. മന്ത്ലി സ്റ്റാർ. മന്ത്ലി ഹിറ്റ് സ്റ്റാർ ഹിറ്റ് സ്റ്റാർ, ലക്കി സ്റ്റാർ. പക്ഷെ അതിന്റെ ഒരു അഹങ്കാരം ബേസിൽ ചേട്ടൻ. അതൊക്കെ ഉണ്ട്. ഞങ്ങള് വേറെ ഇന്റർവ്യൂകൾ ഇതൊക്കെ അഭിനയമല്ലേ? ആണല്ലേ? ഞങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങിയ വേറെ ആളാ. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഫ്രണ്ട് എനിക്ക് നടക്കണം, എന്നെ 2 മീറ്റർ ബാക്കില്ലേ നിങ്ങൾ വരാവും. എപ്പോഴെങ്കിലും കാറ് തുറന്നു തരണം. കൊട പിടിക്കണം. അതൊക്കെ ഉണ്ട്. സിജുവാ കൊടൊക്കെ പിടിച്ച് തരാറ്. ഈ എപ്പോഴെങ്കിലും ഇതേപോലെ പണ്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. തല തിരിച്ചാ കൊടുത്തേക്കുന്നേ, ബട്ട് ഞങ്ങളത് വായിച്ചു. എവിടെ കൊടുത്തിട്ടുണ്ട്? നമ്മുടെ പോസ്റ്ററിനകത്തുണ്ടല്ലോ പോസ്റ്ററിൽ സർക്കാസനത്തിന്റെ ഇത് കിട്ടിയിട്ടുണ്ടോ? പറ്റുമെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെന്താ സെലിബ്രിറ്റി ലവ് കല്യാണം. കണ്ട അവിടെയൊക്കെ ഉണ്ടല്ലേ. നായ ഇവിടെ സൂക്ഷിച്ചു നോക്കണ്ട, ഇവിടെ പ്രത്യേകിച്ച് ഒന്നും എഴുതിയിട്ടില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, മനസ്സിലായി. അതുമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല. പറ്റുമെങ്കിൽ ലൈക്ക് ചെയ്യാന്ന് പറയുന്നത് ഇപ്പൊ പഴയ പോപ്പ് സയൻസ് മാത്രം ഇരുന്ന കാര്യമാണോ? ഇൻസ്റ്റാഗ്രാമിൽ ലൈക്ക് ചെയ്യാറില്ലേ? അല്ല, അതൊരു പ്രത്യേക തരം ഒരു സാധനമായിരുന്നു, ട്രെൻഡ് ആയിക്കൊണ്ടിരുന്നത്. അന്നേരം പറ്റുമെങ്കിൽ ലൈക്ക് ചെയ്യാന്നല്ല, പ്ലീസ് ലൈക്ക് മൈ പ്രൊഫൈൽ പിക്ചർ, അങ്ങനെയല്ലേ പറഞ്ഞത്? പറ്റുമെങ്കിൽ ഒന്നുമല്ല, ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക എന്നുള്ള മൂടായിരുന്നു. ബ്രോ ഫോളോ മീ, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഫോളോ ചെയ്താൽ തിരിച്ചും ഫോളോ ചെയ്യും, അങ്ങനത്തെ അങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള ഒരു കൊളാബറേഷൻ ഉണ്ടായിരുന്നു. എപ്പോഴെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? എന്ത് ചേട്ടനൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്റെ കാലത്ത് ഇതൊന്നും ഇല്ലല്ലോ. എത്ര ഇല്ലേ? സുരേഷ് ചേട്ടൻ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഈ അടുത്തല്ലേ വന്നത്. പക്ഷെ ഇപ്പൊ നമുക്കൊക്കെ ടിപ്സ് ഒക്കെ പറഞ്ഞിരുന്നു സുരേഷ് ഇങ്ങനെ ചെയ്യും. ആ ട്രെൻഡ് ആയതിനു ശേഷം പുതിയ ഫിൽറ്റർ വന്നിട്ടുണ്ടെന്നൊക്കെ പറയാം. ഇങ്ങനെ ഒരു സാധനം പുതിയ ഫിൽറ്റർ വന്നിട്ടുണ്ട്. വേറെ എന്തൊക്കെ ടിപ്പ് വന്നിട്ടുണ്ട്? വേറെ എന്ത് ടിപ്പ്? മെസ്സേജ് ഞാൻ അൺസെൻഡ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട്. അത് നിന്റെ ഓക്കെ, സുരേഷ് ചേട്ടനെ കുറിച്ച് പറയുമ്പോഴേക്കും ഇപ്പോ നമ്മള് നേരത്തെ കൺവിൻസിങ് സ്റ്റാറിന് കുറെ പറഞ്ഞു, അതിപ്പോ ഓൾറെഡി കണ്ടും ഇപ്പൊ എല്ലാവരും പറഞ്ഞു അല്ല, ഇതായിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് ഏറ്റവും പക്ഷെ ഏറ്റവും കൂടുതൽ എനിക്ക് എന്താ പറയാ ഓർത്തിരിക്കുന്നത് സുരേഷ് ചേട്ടന്റെ ഒരു വിഷ് വീഡിയോ ഉണ്ടായിരുന്നു.
അത് ഞാൻ കാണിച്ചു തരാം. ന്യൂ ഇയർ നമുക്ക് ഓർമ്മയുണ്ട്. കേരള ജനതയ്ക്ക് ഭീകരമാണ്. പറയുന്നത് ആ 2025 വിഷ് അത് ഇറങ്ങിയതിന് ശേഷം ഇപ്പൊ അത് വീണ്ടും ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ചേട്ടൻ 2025 വെച്ചടി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തുടക്കം വിടുന്ന. അതുകൊണ്ട് ആർക്കും ഒരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ. ആർക്ക് പേടിച്ച് ഒരു കുഴപ്പമുണ്ടായില്ല. അതെ അതെ വളരെ സീരിയസ് ആയിട്ട് സുരേഷ് ചേട്ടൻ പോസ്റ്റ് ചെയ്തതാണ്. പക്ഷെ എന്തോ ഒരു ചെറിയൊരു ചിരി ഇവിടെയോ ചെറിയൊരു അറിയാണ്ട് വന്നതാ. അതാ മനസ്സിൽ നിന്ന് സന്തോഷം കൊണ്ട് പുതിയ വർഷത്തിന്റെ പുതിയ ന്യൂ ഇയറിന്റെ ഇത് കൊടുത്തതാ. അപ്പൊ അത് ആൾക്കാർ തെറ്റിദ്ധരിച്ചു എന്തോ വലുത് വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ആ അല്ല ഇപ്പൊ മാർച്ച് ആയപ്പോ തന്നെ എന്തൊക്കെ സംഭവിച്ചു, കോലാഹലങ്ങളല്ലേ. അതുകൊണ്ടാണ് കറക്റ്റ് ഈ ഏകദേശം ഒരു മാർച്ച് ഏപ്രിലില് സിനിമ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചത്. അല്ല ഇപ്പോഴാ തീർന്നത് അതുകൊണ്ട്. അല്ല എനിക്ക് തോന്നുന്നു കൊറേ ട്രോൾസ് ഒക്കെ ചെയ്യും, അതായത് ആക്ഷേപഹാസ്യം പോലെ കുറെ ഒക്കെ ഉണ്ടല്ലോ സിനിമകളിൽ. അപ്പൊ ഇപ്പൊ നടക്കുന്ന സമകാലീന അവസ്ഥകളിൽ മാച്ച് ചെയ്യുന്ന രീതിയിൽ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അതിന് വേണ്ടിട്ട് ചെയ്തൊന്നുമല്ല, സിനിമയിൽ കഥയായിട്ട് അതിനൊന്നും ബന്ധമൊന്നുമില്ല. സിനിമയിലെ കുറച്ച് ഏരിയയിലുള്ള പരിപാടികൾക്ക് ഇപ്പോഴത്തെ ഇതുമായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ വന്നപ്പോ അത് അങ്ങനെ ഒരു ടീസർ കട്ടായിട്ട് അവർ ഇറക്കിയതാണ്. അല്ലാതെ സിവിക്ക് പോലും സീരിയൽ കില്ലർ ഒന്നും അല്ലാതെ ഇവിടുത്തെ സമകാലിക പ്രശ്നങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു കഥയോ അതിനുള്ള സമയം ഇല്ലല്ലോ. നമുക്കിതിപ്പോ മാർച്ചില് പരിപാടികൾ നടക്കും, എന്നാ പിന്നെ ഏപ്രിലിൽ എഴുതാം, മെയ്യിൽ റിലീസ് ചെയ്യാം എന്ന് പറയാൻ ഞങ്ങൾക്ക് ഇലൂമിനാറ്റി അറിയത്തില്ല. ഞാനത് ചോദിക്കാൻ ഇലുമിനാറ്റി അല്ല, അല്ലാടിയിലുണ്ട് ഇലൂമിനാറ്റി കുറെ കമന്റ്സ് അങ്ങനെ. ഉണ്ട്. പക്ഷെ അങ്ങനല്ല, ഇത് സീരിയൽ കില്ലറിന്റെ കൊലപാതകം എന്നാണ് തുടങ്ങുന്നത്. അപ്പൊ ആൾക്കാര് കൊലപാതകം എന്ന് മാത്രം എടുത്തു. ഓ ഇത് ഇപ്പോഴത്തെ കൊലപാതകം. പിന്നെ അവസാനം വന്നിരിക്കുന്ന സാധനം സ്റ്റാഫ് റൂം കത്തിച്ച്, ഇതിപ്പം നോർമലി നിങ്ങളൊക്കെ ചെയ്യുന്ന പരിപാടികൾ തന്നെ. മറ്റേ ഇന്റർവ്യൂ നടത്തുന്നില്ലേ, വലിയ പ്രസക്തി ഇല്ലാത്ത സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അത് വെച്ചിട്ട് സിനിമ ചെയ്യുന്നുണ്ട് അത്ര. ഞാനൊരു വീഡിയോ കാണിച്ചു തരാവേ, ബേസിൽ ചേട്ടൻ്റെ. എന്താ കഴിഞ്ഞ മാസം ഇല്ലാത്തത്? ഇതെനിക്കറിയാം, ഞാനല്ലേ പോസ്റ്റ് ചെയ്തത്. അതെ ഇങ്ങോട്ട് തന്നെ കാണിച്ചിരുന്നു. അത് എന്നെ തന്നെ കാണിച്ചു. എന്തിനാ എന്നെ കാണിക്കുന്നത്? പറയൂ, ചോദ്യം ചോദിച്ചു. നമ്മളിപ്പോ ഓരോ ഇന്റർവ്യൂവിന് കാണുമ്പോഴും ഫംഗ്ഷൻസിനൊക്കെ കാണുമ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തൊപ്പി മാറ്റി ബേസിൽ ചേട്ടാന്ന് പറഞ്ഞിട്ട്. പക്ഷെ അപ്പോഴൊന്നും മാറ്റിയില്ല. മമ്മൂക്ക് പറഞ്ഞപ്പോ ചേട്ടൻ തൊപ്പി മാറ്റി. മമ്മൂക്ക പറഞ്ഞ പിന്നെ എങ്ങനെയാ മാറ്റാതിരിക്കുന്നത്? അതെന്തായിരുന്നു അങ്ങനെ? എന്തായിരുന്നു അങ്ങനെയെന്ന് പറഞ്ഞാൽ മമ്മൂക്ക പറഞ്ഞു, നമ്മൾ അമ്മ അസോസിയേഷന്റെ ഒരു പരിപാടിക്ക് പോയപ്പോഴാണ് അത്. അപ്പൊ അതൊരു ക്ലോസ്ഡ് പരിപാടിയായിരുന്നു. മമ്മൂക്കെ അപ്പൊ അവിടെ ഇരുന്നിട്ട് മാറ്റ് കുഴപ്പമില്ല, ഇതൊക്കെ നമ്മുടെ ആൾക്കാരെ ഒരു കുഴപ്പമില്ല, മാറ്റിക്കോ. ഓക്കെ മമ്മൂക്ക മാറ്റി. ഇപ്പൊ നമ്മള് പുറത്തു വിട്ടിട്ടില്ലായിരുന്നു, മാറ്റി വെച്ചിരുന്നു. പിന്നീട് വന്ന ഒരു ആശയമാണ് ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഈ തൊപ്പി മാറ്റാൻ പറയുന്നതും വെച്ചിട്ട് ഞങ്ങളൊരു ഉണ്ടാക്കിയൊരു റീലായിരുന്നു അത്. അതിൽ അവസാനം മമ്മൂക്കയുടെ ഇത് ഞങ്ങൾ ഇട്ടെന്ന് മാത്രം. ഓക്കെ, ഇപ്പോ ടോവിനോ ചേട്ടൻ ഇത് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പോ ഒരു സാധനം നമുക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ ബേസിൽ ചേട്ടൻ കഥ ഓക്കെ, എന്നാലും മെയിൻ ഒരു ഇതെന്തായിരിക്കും ടോവിനോ ചേട്ടൻ പറഞ്ഞത്? ഇപ്പൊ സ്ക്രിപ്റ്റ് കേട്ടിട്ടാണെങ്കിലും ഫിലിമിന്റെ മൺലൈൻ കേട്ടപ്പോൾ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞിരുന്നു. പിന്നെ അതിന്റെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഉണ്ട് പറഞ്ഞു. പെട്ടെന്ന് തന്നെ എന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് സെറ്റ് ചെയ്തിരുന്നു. അപ്പൊ തന്നെ നമുക്കൊരു പോസിറ്റീവ് സൈഡ് കിട്ടി തുടങ്ങിയായിരുന്നു, കാരണം ഒരു അപ്ഡേഷൻ ഒക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഓക്കെ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഹാപ്പി. പിന്നാണ് അതിനകത്തോട്ട് ബേസിലേട്ടനും ബാക്കി എല്ലാവരുടെ എൻട്രി വരുന്നത്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഒരു മരണമാസ് റൗണ്ട് തരാം. എന്തായാലും സിനിമയുടെ ഒരു മരണമാസ് എന്നാണല്ലോ. ഓക്കെ, ഞാൻ ഇങ്ങനെ കോമൺ ആയിട്ട് പറയാം, അത് ആരാന്ന് തോന്നുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവരെ പറയാം, അല്ലെങ്കിൽ സ്വയം കൈവക്കാം. നിങ്ങളുടെ മരണമാസ് ഡ്രൈവർ സുരേഷ് ചേട്ടൻ. ഡ്യൂപ്പില്ലാതാണ് മൊത്തം. സുരേഷ് തന്നെയാ ബസ്സൊക്കെ പറപ്പിക്കുന്നുണ്ട്. ആദ്യമായിട്ടാ ബസ് ഓടിച്ച് തുടങ്ങിയത്, ഷൂട്ട് തുടങ്ങിയപ്പോ. പക്ഷെ നമ്മള് ഷെഡ്യൂൾ ചെയ്തതിനേക്കാളും ഒരു 50 ദിവസം കൂടുതലായി ഇപ്പൊ ഷൂട്ട്. അപ്പൊ എല്ലാം അപ്പൊ നന്നായിട്ട് പഠിച്ചു. ഇപ്പൊ ലൈസൻസ് ഒക്കെ എടുത്ത് പരിപാടി തുടങ്ങാനുള്ള പള്ളിപ്പെരുന്നാളിനൊക്കെ വണ്ടി ഓടിച്ചു. പള്ളിപ്പെരുന്നാളിന്റെ ഇടയിൽ കൂടെ ഒക്കെ ബസ്സൊക്കെ ഓടിച്ചു പോയി. സ്റ്റാൻഡിനകത്ത് ക്രൗഡിനിടയിലൂടെ ഒക്കെ ഓടിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഷൂട്ടിങ്ങിനാണെങ്കിലും നമ്മൾ ക്യാമറ വെച്ചിട്ട് ഈ പൊസിഷനിലേക്ക് ബസ് കൊണ്ടിടണം എന്നൊക്കെ പറയുമ്പോൾ ബാക്കോട്ട് എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് കയറ്റി ഇവിടെ കയറ്റി അവിടെ കയറ്റി ആ പൊസിഷനിൽ വന്ന് നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ച് പാടാണല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ബസ്സല്ലേ, ചെറിയ വണ്ടിയൊന്നും അല്ലല്ലോ. അപ്പൊ ഡ്രൈവർ വന്നിട്ട് ഞങ്ങൾ മാറ്റാം,
ഛെ. അതാണ് രാത്രി ഷൂട്ടിന്റെ ഇടയിലൊക്കെ ഡ്രൈവർ ബസ് അവിടെ ഇട്ടിട്ട് എവിടെയെങ്കിലും പോയി ചില സീനിലൊക്കെ ഞാൻ പുറകോട്ട് തിരിഞ്ഞിരുന്ന് ഓടിക്കുന്നുണ്ട് ഞാൻ. ബസ് നോക്കാതെ മുമ്പോട്ട് നോക്കാതെ മുമ്പോട്ട് നോക്കാതെ ഓടിക്കുന്നുണ്ട്. ഭയങ്കര അൾട്രാ പ്രൊഫഷണലായി മാറി. ഞാൻ ബൈക്കിൽ സ്റ്റണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുരേഷ് ഏട്ടൻ ചേസ് ഒക്കെ ഉണ്ട്. സുരേഷ് ഏട്ടൻ ബസ് ഓടിക്കുന്നു, ഞാൻ ബൈക്കിൽ ബസ്സിനെ ചേസ് ചെയ്ത് ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടില്ല എന്നൊക്കെ പറയണത്. സുരേഷ് ഏട്ടനൊക്കെ ആദ്യമൊക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് പേടിയായിരുന്നു, പക്ഷെ അവസാനത്തെ ഷെഡ്യൂളൊക്കെ ആയപ്പോഴേക്കും സുരേഷ് ഏട്ടൻ പ്രോ മാത്സ് ആയിരുന്നു. ഒരു ടെൻഷനും ഇല്ലായിരുന്നു. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങോട്ടൊന്ന് മാറിപ്പോയാൽ ചത്തുപോയി. ആയുസിന്റെ ബലം അത്രേ ഉള്ളൂ. അവരുടെ ആരെ വ്യക്തിഗതം? ഓക്കെ, മരണമാസ് കൊമേഡിയൻ സിജു. അയ്യോ, അതെന്തൊരു ആക്കിയതാണോ എന്നൊരു സംശയം. അത് നിനക്ക് തരാൻ പറ്റുള്ളൂ. അതെന്താ അങ്ങനെ പറയാൻ റീസൺ കൂടി പറയണേ. അങ്ങനെ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല, വാളിപ്പടി വെറുതെ ഇരിക്കട്ടെ. വെറുതെ ഇരിക്കട്ടെ, ആർക്കെങ്കിലും വെച്ച് കൊടുക്കണ്ടേ. ഓക്കെ, സിജു ചേട്ടൻ പറഞ്ഞ എന്തെങ്കിലും കോമഡി ഈ ഒരു സന്ദർഭത്തിൽ? ഇച്ചിരി നേരം പറഞ്ഞില്ലേ പാൻ ഇന്ത്യ എന്ന് പറഞ്ഞപ്പോ പാൻ ഇന്ത്യ എന്തൊരു തമാശയായിരുന്നു. വലിയ വലിയ തമാശകളൊക്കെ പറയും. എനിക്ക് കാര്യം പറയാനുണ്ട്. എല്ലായിടത്തും അത് പ്രേക്ഷകർക്ക് അറിയില്ലല്ലോ നമ്മള് ഇതിന്റെ ഇടയിൽ ആ തമാശ കേട്ടിട്ട് 2 മിനിറ്റ് മാറി നിന്ന് ചിരിച്ചിട്ട് വീണ്ടും ഇവിടെ വന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്താണെന്നുള്ളതൊന്നും അവർക്കറിയില്ല. ഓക്കേ, പക്ഷെ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഡൗട്ട് ഉണ്ടോ എന്തായിരിക്കും സിജു ചേട്ടൻ പറയാൻ വന്നത്? അത് മറ്റൊരു അത് ഇന്റർവ്യൂ. വേറെ ഇന്റർവ്യൂസ് എല്ലാം അപ്പൊ കാണും. ഞങ്ങള് കണ്ടിട്ട് പോവില്ലേ? ഇത് കണ്ടിട്ടല്ലേ അത് കാണാൻ പറ്റും അവർക്ക്. അല്ല, അടുത്തത് കാണും അവര്. അങ്ങനെയാണ്. അങ്ങനൊന്നും ഇല്ല കേട്ടോ, ചുമ്മാ പറയുന്നത്. ഓക്കെ, മരണമാസ് കൺവിൻസിങ് സ്റ്റാർ. ആ ചോദ്യത്തിൽ തന്നെ ഉത്തരം വെച്ചിട്ട് എന്റെ പണി. അല്ല അല്ല, നിങ്ങൾ ആരും ആവാലോ. അതൊന്നുമില്ല, സുരേഷ് ഏട്ടനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ, സിനിമയിൽ മാത്രമല്ല. എന്റെ ഡ്രൈവർ ഞാൻ തന്നെ കൺവിൻസിങ്. അത് അങ്ങനെയാണ്. എന്താ അത് അങ്ങനെ പറഞ്ഞേ? അല്ല, എല്ലാ കാര്യത്തിലാണെങ്കിലും എന്ത് ലൈഫ് ലെസൺസ് ആണെങ്കിലും ഐഡിയോളജീസ്, ഫിലോസഫീസ്, ഫാമിലി, അങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിലൊക്കെ ആണെങ്കിൽ സുരേഷ് ഏട്ടൻ പറഞ്ഞാൽ നമ്മൾ ശരിയാന്ന് തോന്നും നമുക്ക്. അങ്ങനെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഷെയർ ചെയ്യാൻ പറ്റുമോ? ഒരുപാടുണ്ട്. കയ്യിലിരിപ്പ് ശരിയല്ലാത്തതുകൊണ്ട് പുറത്തു പറയാൻ പറ്റില്ല. സുരേഷ് ഏട്ടൻ്റെ കൺവിൻസ് ചെയ്യും. ഏതെങ്കിലും കൺവിൻസ് ചെയ്തതില് വീട് പോവാതിരുന്നിട്ടുണ്ടോ? എല്ലാത്തിലും വീണിട്ടുണ്ട്, ഒന്നും വീഴാതിരുന്നിട്ടില്ല, എല്ലാം വീണിട്ടുണ്ട്. മരണമാസ് ആക്ടർ. മരണമാസ ബേസിലിക്ക. ബേസിലിക്ക. അതൊക്കെ ചോദ്യമായിട്ട് വരേണ്ട കാര്യമുണ്ടോ? സംശയം തിരിക്കുന്നതിനകത്ത് മരണ ആക്ടിങ്. മരണ ആക്ടിങ് ആണ്. ഓക്കെ, അത് ആക്ച്വലി ശരിയായിട്ട് നമ്മൾ ഈ അടുത്തിടങ്ങിയ എല്ലാ സിനിമകളിലും അത് കാണുന്നുണ്ട്. അതൊക്കെ മേലെ ആണ് മരണമാസിൽ വരാൻ പോകുന്നത്. ഓക്കെ, മരണമാസ് സിംഗർ. രാജേഷ്. രാജേഷ്. ഓ, നേരത്തെ ഞാൻ ഒരു പാട്ടൊക്കെ പാടി. ഞാൻ ഇതിന് പാട്ട് പാടിയിട്ടുണ്ട്. ഭയങ്കരം തന്നെ ഒരു പാട്ട് പാടും. പാട്ട് പറഞ്ഞു. അയ്യോ, പാട്ട് പറഞ്ഞോളാം. അല്ല, അത് അങ്ങനെ പാടാൻ പടത്തിലേ വരത്തുള്ളൂ. പടത്തില് വരാനുള്ള ഒരു സസ്പെൻസ്. വേറെ പാടിയാ മതി. വേറെ പാട്ട് പഴയ ഒരു ലളിതഗാനം എന്തെങ്കിലും പാടാം. മരണമാസ് സിംഗറിനെ കിട്ടിയിട്ട് പാടിച്ചില്ലെങ്കിൽ അത് മോശം. അല്ല, ഇതില് മരണമാസം പിന്നെ ഒരു പറയുന്ന പാട്ട് നമ്മുടെ സിനിമയിൽ കഴിഞ്ഞ് ഞങ്ങൾ പോയ ശേഷം നിങ്ങൾ ഒറ്റയ്ക്ക് രാജേഷിനെ വിളിച്ചിട്ട് കേട്ടപ്പോ മനസ്സിലാക്കി സമാധാനം ഷൂട്ട് ചെയ്തെങ്കിൽ ഇത്രയും കോംപ്ലിമെന്റ്സ് ഇത്രയും കോംപ്ലിമെന്റ്സ് കിട്ടുമ്പോ മനസ്സിലായി. ഓക്കെ, മരണമാസ് ഡാൻസർ. ആ, ഞങ്ങൾ എല്ലാവരും മുന്നിൽ ഞങ്ങളുടെ ഡാൻസ് നാളെ ഡാൻസ് ഇറങ്ങും, പ്രൊമോ സോങ്. ഭയങ്കര ഡാൻസ്, ലൈവായിട്ട് സ്റ്റേജിൽ ഡാൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അത് ശരിയാണ്. എളുപ്പമൊന്നുമല്ല. ലൈവ് ദോശ പോലെ ലൈവായിട്ട് സ്റ്റേജിൽ ഡാൻസ് ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് അത് പറയുകയാണെങ്കിൽ എനിക്ക് മറ്റൊരു കാര്യം കോർഡിനേഷൻ. ലൈവായിട്ട് സ്റ്റേജിൽ ഡാൻസ് കളിച്ചത് ലൈവായിട്ട് സ്റ്റേജിൽ ഞാൻ അവസാനമായിട്ട് ലൈവായിട്ട് സ്റ്റേജിൽ ഡാൻസ് കളിച്ചത് അമ്മ പറഞ്ഞിട്ട് ഡാൻസ് കളിച്ചു. അതെന്നെ കൺവിൻസ് ചെയ്ത് ആ സ്റ്റേജിൽ അങ്ങനെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചത് ആരാ? നമ്മുടെ ഷൂട്ടിന്റെ ഇടയിലായിരുന്നു അതിന്റെ ആ പ്രോഗ്രാം. ഞാനിപ്പോ പ്രോഗ്രാമിനൊന്നുമില്ല, ഷൂട്ടൊക്കെ ആണെന്നുള്ള രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ സുരേഷ് ഏട്ടനാണ് വന്നിട്ട് ബേസിൽ അങ്ങനൊന്നുമില്ല, നമ്മള് ഡാൻസ് കളിക്കണം, പരിപാടി നടത്തണം, ആരുമില്ല ഡാൻസ് കളിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൺവിൻസ് ചെയ്ത് കൊണ്ടുപോയിട്ട് നമ്മള് അവിടെ സ്റ്റേജിൽ
മധുരേ എന്ന് പറഞ്ഞ് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോ സുരേഷ് ഏട്ടൻ ഈ പറഞ്ഞ നമ്മളെ തള്ളി കയറ്റി വിട്ട സുരേഷ് ഏട്ടൻ ക്യാരാമിലിരുന്ന് ചില്ല് ചെയ്തോണ്ടിരിക്കുന്നു. പണിക്കുമില്ല, സ്റ്റേജിലും കയറിയിട്ടില്ല, എല്ലാവരും തള്ളി സ്റ്റേജിലോട്ട് കയറ്റി വിട്ട് പണിയെടുപ്പിക്കും. സുരേഷ് ഏട്ടൻ കോർഡിനേറ്റർ. അസോസിയേഷൻ വണ്ടിയല്ലേ നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? ശരി അതാ ഉത്തരവാദിത്വം. പക്ഷെ ഈ മരണമാസത്തിലെ ഡാൻസിന് ശേഷം അടുത്ത കൊല്ലത്തെ അമ്മ സ്റ്റേജുകളിൽ മിക്കവാറും സുരേഷ് ഉലകം പൊളിക്കാൻ പോകുന്നത് സുരേഷ് ഏട്ടന്റെ നൃത്യങ്ങളായിരുന്നതാണ്. അമ്മ എന്തൊരു ഡാൻസ്. നമുക്കൊക്കെ ഡാൻസ് സ്റ്റെപ്പ് പറഞ്ഞു തന്നത് സുരേഷ് ഏട്ടനാണ്. നമുക്ക് ഇടയ്ക്ക് മറന്നു പോകും. സുരേഷൻ തെറ്റില്ല തെറ്റില്ല. അതെ, അമ്മ ഷോയിന് വരെ സുരേഷ് കൃഷ്ണ ഷോ എന്ന പേര് തന്നെ മാറ്റുന്നതാണ്. ഞാൻ പണ്ടുപോലെ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഡാൻസ് എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരു സിനിമയിലും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. മിക്കവാറും തല്ല്, ബലാത്സംഗം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രമേ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ പഠിച്ചത് മറന്നുപോയി. സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്നു. ആണോ? ചാമ്പ്യൻ ഇപ്പഴാ കത്തിയത്. കലാതിലകം അത് പക്ഷെ ആർക്കും അറിയില്ലായിരുന്നു തോന്നുന്നു അല്ലേ? അറിയിക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ അന്ന് പത്രമാധ്യമങ്ങളൊന്നും അങ്ങനെ സജീവമല്ലല്ലോ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ. മദ്രാസിലായിരുന്നു. അപ്പൊ തമിഴ്നാട്ടിലെ പത്രത്തിലാണ് വന്നിരുന്നത്. ഇവിടെ ആരും വായിച്ചിട്ടുണ്ടാവില്ല. ഇല്ല, മദ്രാസിൽ വന്നിട്ടുണ്ടാവില്ല. സീരിയസ് ആയിട്ട് പറയാം. നെറ്റ് സെർച്ച് ചെയ്ത് നോക്കും സുരേഷ് കൃഷ്ണ ഡാൻസ്. ഞാൻ വിചാരിച്ചു വന്നപ്പോ എന്റെ ഇതിൽ കാണാം, മറ്റേ വിക്കിപീഡിയ നോക്കി കാണാം. ഞാൻ പറഞ്ഞത് ഒരു 88, 89 ഞാൻ ജനിച്ചിട്ട് ഡാൻസ് ഇതില്ല, കുച്ചിപ്പുടി മാത്രമേ ഉള്ളൂ. അതോ കുച്ചിപ്പുടിയാണ് മെയിൻ. ഈ ചാമ്പ്യൻ ആയത് കുച്ചിപ്പുടിയിലാണ്. ബാക്കി ഓക്കെ. പക്ഷെ എന്തായാലും ഇന്റർവ്യൂ കഴിയുമ്പോ അറിയും എല്ലാരും. ഇന്റർവ്യൂ പാട്ടിറങ്ങുമ്പോ കാണാലോ. അല്ല, ഇത് മുമ്പേ തമിഴ്നാട്ടിൽ അറിയായിരുന്നു. ഇനിയിപ്പോ ഇന്റർവ്യൂ കഴിഞ്ഞാൽ കേരളത്തിൽ. ഞാൻ വന്ന വഴി കുറച്ചങ്ങ് മാറിപ്പോയത്, അത്രേ ഉള്ളൂ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ വെറുതെ കണ്ടുപോയിക്കും. കഥ ഞാൻ കാണും നാളെ. ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നത്. ഇവരൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ ഫേസ് ചെയ്യുന്ന മനസ്സിലാവും സീരിയസ് ആയിട്ടാണോ അല്ലെങ്കിൽ അറിയാവുന്നതാണ്. പക്ഷെ ചേട്ടൻ പറയുന്നത് ചേട്ടൻ ഒരു നമുക്ക് ആദ്യം ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ഇതിനെ കുറിച്ച് പറയുമ്പോ ഫോട്ടോസ് ഒക്കെ നമുക്ക് അപ്പൊ പക്ഷെ ഫോട്ടോസ് ഒക്കെ കാണിച്ചു തന്നു. മറ്റേ കുച്ചിപ്പുടി അരങ്ങേറ്റത്തിന്റെ ഒക്കെ തളികയിൽ ഇങ്ങനെ നിന്നിട്ട് മേലെ മറ്റേ കുടമൊക്കെ ആയിട്ട് നിൽക്കുന്ന ഫോട്ടോ ഉണ്ടായിരുന്നു. ഒന്ന് കാണിച്ചോ. നെറ്റിലുണ്ടോ? നെറ്റിലുണ്ട്. ഫോട്ടോ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ഫോട്ടോ ഇല്ല. ചേട്ടന്റെ ഫോണിലില്ലേ? ആ ഫോട്ടോ കാണിച്ചു. ഫോണിലുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ. അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല സുരേഷ് ചേട്ടനാണ്. ഫോട്ടോസ് ഉണ്ട്. ആ ശരി, ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. നിങ്ങള് സ്വയം മരണമാസാണെന്ന് തോന്നിയ ഒരു മൊമെന്റ്? ഷൂട്ട് കഴിഞ്ഞപ്പോ സ്വാഭാവികം. അതൊക്കെ തന്നെ. അതിജീവിച്ചല്ലോ. അതിജീവനത്തിന്റെ കഥ. ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത് പറയാനില്ലേ? സ്വയം മരണമാസാണെന്ന് തോന്നിയ ആ ഒരു മൊമെന്റ്. ആ മൊമെന്റ് തന്നെയാണ്. എല്ലാവർക്കും ഒരേ മൊമെന്റ് ആയിരുന്നു എന്നാണ് തോന്നുന്നത്. അവസാനത്തെ കുറച്ചധികം ബുദ്ധിമുട്ടി നമ്മൾ. മഴ കാരണവും രാത്രി കാരണവും കുറെ ബുദ്ധിമുട്ടി ഷൂട്ടൊക്കെ. ആ ഓക്കെ. പിന്നെ സിനിമയിലുണ്ട് ഞങ്ങളുടെയൊക്കെ കുറെ മരണമാസ് മൊമെന്റ്സ്. പിന്നെ പടം തീരുമ്പോഴേക്കും എല്ലാവർക്കും ഉണ്ട് മാസ്. ഓക്കെ. ഇപ്പോ നിലവിൽ ഇപ്പൊ ബാക്ക് ടു ബാക്ക് റിലീസസ് ആണെങ്കിലും എല്ലാം ഭയങ്കര അടിപൊളി ഹിറ്റ് സിനിമകളാണ്. ഡിഫറെന്റ് ആക്ടിംഗ് ആണ്. പൊതുവെ ഈ പ്രാവശ്യത്തെ ഒരു മികച്ച നടനുള്ള അവാർഡ് ബേസിൽ ജോസഫിനെ തേടി വരുന്നു എന്നാണ് ഇപ്പോ സോഷ്യൽ മീഡിയ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ അല്ലല്ലോ തീരുമാനിക്കും. അതുകൊണ്ട് എന്നാലും എന്തിനാ വെറുതെ വരുന്നവർക്ക് സസ്പെൻസ് കളയണ്ട. ഓക്കെ. ഇപ്പോ റീസെന്റ് ഇന്റർവ്യൂസിൽ പറഞ്ഞൊരു കാര്യമാണ്. എന്നാലും ഇപ്പം OTT റിലീസ് ആയതിനു ശേഷം, പൊന്മാൻ OTT റിലീസ് ആയതിനു ശേഷം ഈ PP രാജേഷ് വരികയോ? ഞങ്ങൾക്കൊക്കെ കരുതുന്നുണ്ട് മന്ത്രിയുടെ ഒക്കെ പേര് പറഞ്ഞത്. മന്ത്രി PP രാജേഷ് കണ്ടോ?
സിനിമ കണ്ടായിരുന്നു. സിനിമ കണ്ടില്ലേ? പിന്നെ എന്ത് കണ്ടിട്ടാണ് എന്നെ മസ്താനി? വേണ്ട എന്തെങ്കിലും അതുമായിട്ട് വന്നോളൂ. ഞാൻ എപ്പോഴും ഇന്ന് മസ്താനിന്ന് വെറുതെ വിട്ടേക്കാം. മസ്താനിയുടെ വായിന്ന് മണ്ടത്തരല്ലാതെ വരാറില്ല ബേസിക്കലി. അതുകൊണ്ട് എപ്പോഴും എന്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് പെടും. ഇന്നിപ്പോ വിട്ടേക്കാം. സിനിമയുടെ പേരെങ്കിലും മര്യാദക്ക് പഠിച്ചോ. അല്ല വേഴാമ്പൽ എന്നൊന്നും പറയാതിരുന്ന നന്നായി. എന്താ ചോദിച്ചേ? പടത്തിന്റെ പേര് പൊന്മാനാണോ പൊന്മാനാണോ? ബുദ്ധിമാൻ. പൊന്മാൻ. മാനാണോ മാനാണോ? മാൻ. മാൻ. ഏത് മാൻ? അയ്യോ. ആ മാൻ. ഓക്കെ ഓക്കെ. അതോ മറ്റേ കലമാൻ? മസ്താനിയെ പഠിപ്പിക്കാനിരുന്നാൽ വൈകുന്നേരം ഞാൻ വിട്ടു ഞാൻ പണ്ട് വിട്ടതാ. പണ്ടൊരു വാരാണസി കേസുണ്ട് ഞങ്ങള് കാശി വാരാണസി ബനാറസ്. അതായത് മസ്താനി എന്റെ അടുത്ത് വെച്ചു ഈ സിനിമയുടെ ഫാലിമി എന്ന് പറഞ്ഞ സിനിമ. അപ്പൊ ഈ സിനിമയുടെ ഷൂട്ട് എവിടെ വെച്ച് നടന്നത് എന്ന് പറഞ്ഞാൽ കാശിയിലാന്ന് പറഞ്ഞു. മസ്താനി ആണല്ലേ ഓക്കെ ഓക്കെ. അപ്പൊ അല്ല ആക്ച്വലി ഇത് നടന്നത് വാരാണസിയിലാണെന്ന് പറഞ്ഞു. അപ്പൊ മസ്താനി വാരാണസിയിലാണോ? ഓക്കെ 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 ഓക്കെ. അപ്പൊ എന്നിട്ട് ഒന്നുകൂടെ ആക്ച്വലി ഒരു കാര്യം പറയട്ടെ, ഇത് അവിടെയല്ല, ഇത് ബനാറസിലാണ് നടന്നത്. അപ്പൊ മസ്താനി ബനാറസ് അങ്ങനെ. പക്ഷേ ആ ട്രോൾ എനിക്ക് അന്ന് കൊറേ വന്നു. ഇത് മൂന്നും ഒരു സ്ഥലമാണെന്ന് അറിയില്ല പറഞ്ഞു. പക്ഷെ അതിന്റെ കമന്റ്സ് വായിക്കുമ്പോ പല ആൾക്കാർക്കും അറിയില്ല, ഞാൻ മാത്രമല്ല അവരുണ്ട്. ഇതുവരെ കുറെ ആൾക്കാരുണ്ട്. ഓരോ ഇന്റർവ്യൂവും ഓരോ പാഠങ്ങളാണ് ഞാൻ പഠിച്ചു. സിനിമ കാണാതെ ഒന്ന് വലിയ ടവറായിരിക്കും എന്നുള്ള ഒരു വലിയ പാഠം പഠിച്ചു. ഒരുപാട് ഇല്ല, പക്ഷെ ഞാൻ അതിന്റെ കുറെ കട്ട് വീഡിയോസ് റീൽസ് ഒക്കെ കണ്ടു. അത് കണ്ടിട്ടാണോ ഇതൊക്കെ ചോദിക്കുന്നത്? മനസ്സിലാവുന്നു. ലാസ്റ്റ് കണ്ട സിനിമ ഏതാ? പൊന്മാൻ. അല്ല അത് കാണാൻ വെറുതെ പറഞ്ഞു. അത് തിയേറ്ററിൽ നിന്നാണോ? എവിടുന്ന് മണിച്ചിത്രത്താഴ് കണ്ടോ? എമ്പുരാൻ ഇറങ്ങിയിട്ടില്ല കേട്ടോ. എമ്പുരാന്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതൊന്നും ഇറങ്ങിയിട്ടില്ല, ഇനി അത് കണ്ടതാണെന്നൊന്നും പറയുന്നത്. എനിക്ക് പെട്ടെന്ന് ഓർമ്മയുടെ കുറച്ച് പ്രശ്നം. അത് മനസ്സിലായി. അടുത്ത ചോദ്യത്തിനോട്ട് ഓക്കെ, ഇപ്പൊ എമ്പുരാനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ ഒരു എക്സൈറ്റ്മെന്റ് എത്ര ഉണ്ട്? എനിക്കൊന്ന് പറയണ്ട. ഭയങ്കര മരണമാസത്തിന്റെ കാര്യം പറഞ്ഞ മറ്റേ മറ്റേ സസ്പെൻസ് അല്ലേ? ഞങ്ങളും എമ്പുരാനും തമ്മിലൊരു ബന്ധമുണ്ട്. അതെന്താ? അത് പേര് മനസ്സിലാവും. തമ്പ് കിട്ടി. 27-ാം തീയതി 27-ാം തീയതി നിങ്ങൾക്ക് മനസ്സിലാവും. സിനിമ കാണുമ്പോൾ മനസ്സിലാവും. സിനിമ മറ്റേ ഡ്രാഗന്റെ ഫോട്ടോ ഇത് നമ്മുടെ പ്രൊഡ്യൂസർ ടോവിനോ ചേട്ടനാണെന്നാണ്. ഇത് ജാക്കറ്റിന്റെ ബാക്കി വെച്ചോ? ഇതോ ജാക്കറ്റിന്റെ ബാക്കിൽ? ഈ ജാക്കറ്റിന്റെ ബാക്കിലുള്ള ഇത് ടാറ്റു ആണോ? ടാറ്റു. അത് ടാറ്റു അല്ലേ പിന്നെന്തോ? ഇത് ജാക്കറ്റിന്റെ ബാക്കിലുള്ളതാ. ആ ജാക്കറ്റിന്റെ ബാക്കിലെന്ന് പറഞ്ഞ. ഈ ജാക്കറ്റിന്റെ അതന്നെയാണ് ഇതും. ഒരേ യൂണിവേഴ്സിലൊക്കെ ആണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഓക്കെ. അതെ, സിജു ഒക്കെ ഉണ്ട് അതിന്റെ അകത്ത്, സുരേഷ് ചേട്ടൻ ഉണ്ട് അതിന്റെ അകത്ത് ബസ് ഡ്രൈവറായിട്ട്. ഒരു പ്രധാന മൊമെന്റ്. ഹെലികോപ്റ്റർ സൂക്ഷിച്ചു വെക്കിയത് ആരാ ഓടിക്കുന്നത്? ഹെലികോപ്റ്റർ ഓടിക്കുന്നത് സുരേഷ് ചേട്ടൻ. ബസ് ഓടിക്കാൻ പഠിച്ചു അവസാനം ഹെലികോപ്റ്റർ ഓടിച്ചു. ആ ലെവലിലാണ്. ഹെലികോപ്റ്ററിൽ കണ്ടക്ടർ ആരാ നോക്കിയാ അറിയാം, സിജു. അങ്ങനെയൊന്നും സമ്മതിച്ചു തരില്ല എന്റെ മക്കൾ. ഞാൻ ഒരു പിക്കും കൂടി കാണിച്ചിട്ട്. ഹെലികോപ്റ്ററിൽ കണ്ടിട്ടില്ലെന്ന് ഉറപ്പാണോ? ഈ ഫോട്ടോ നോക്കോ? കണ്ടക്ടർ ഇല്ല. ഫോട്ടോ ഈ ഫോട്ടോയില് രണ്ടുപേരുടെ കയ്യിലും ബാൻഡ് ഉണ്ട്. നിങ്ങളുടെ ലക്കി ബാൻഡ് ആണോ ടോവിനോ ചേട്ടന്റെ കയ്യിലും? ലക്കി ബാൻഡ് ഒന്നുമല്ല, അത് ഫിറ്റ്നസ് ബാൻഡാണ്. ലക്കി ബാൻഡ് ഇത് ചുമ്മാ അവിടെ ഓരോന്ന് ഇട്ടിരുന്നതാ. ഇതൊന്നും എന്റെ സിലബസിലുള്ള ആദ്യം അവന്മാരെ ഫയർ ചെയ്യും. ഇത് ലിസ്റ്റിൽ ഇല്ലായിരുന്നു. ആണല്ലേ? കണ്ടിട്ടില്ലേ അത്? ആ ബാൻഡ് കണ്ടിട്ടില്ല. അതെന്ന് പറഞ്ഞ ഫിറ്റ്നസ് ട്രാക്കറാണ്. നമ്മൾ എത്ര നടന്നു, എത്ര നേരം ഉറങ്ങി, ഇതൊക്കെ കാൽക്കുലേറ്റ്, അങ്ങനത്തെ ഒരു. 2 കൈ വാച്ച് കിട്ടുന്ന രണ്ടാമത്തെ ആളാണ്. എടാ അത് വാച്ച് അല്ലടാ, പറ്റത്തില്ല. ഫിറ്റ്നസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ വാച്ച് എന്ന് പറയുന്ന ഇത് ആക്ച്വലി ഇവിടെ കിട്ടാം. ചെസ്റ്റിൽ കിട്ടുന്ന സാധനമുണ്ട്. സ്പോർട്സ്മാൻമാരൊക്കെ ചെയ്യുന്നതാണ്. കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട്
കാര്യങ്ങൾ പറയും എന്നുള്ളതാണ് അതിന്റെ. എപ്പോ അറ്റാക്ക് വരും 5 മിനിറ്റ് കഴിഞ്ഞാൽ അതൊന്നും പറയില്ല. അതറിയിക്കില്ല അറ്റാക്ക് വരുന്നത് പറഞ്ഞിട്ടല്ലേ. 5:45 വരും കേട്ടോ. ശരി, നമ്മള് ഇപ്പം എല്ലാവരും ചേട്ടന്റെ കൺവിൻസിങ് വീഡിയോസ് ആണ് കാണിക്കുന്നത്. പക്ഷെ ചേട്ടൻ പറഞ്ഞിട്ട് കൺവിൻസ്ഡ് ആവാത്ത ഒരു വീഡിയോ കൂടി ഞാൻ ഒന്ന് കാണിച്ചു നോക്കട്ടെ. ഇതെങ്കിലും കാണാൻ പറഞ്ഞല്ലോ. വിജയനാണ് സുരാജൊക്കെ അല്ലേ? ഞാൻ വിട്ടു കൊടുത്തതാ, ഞാൻ ആക്ട് ചെയ്തതാ. അതാണ് ആക്ടിങ്. ആക്ടിങ് കണ്ടല്ലേ, നിങ്ങൾ വിശ്വസിച്ചില്ല അത്? ചില സമയത്ത് അങ്ങനെയും പിടിക്കും. ശരിക്കും കൺവിൻസ് ആയതാ. ഫുള്ളി കൺവിൻസ് ആയതാ. നമ്മളിങ്ങനെ കുറെ നോക്കിയപ്പോ എല്ലാം കൺവിൻസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ്. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാ ഈ സിനിമയിൽ ഇങ്ങനെ ഒരു കൺവിൻസ് ആവാത്ത ക്യാരക്ടർ. ഇത് ഒരു റൈറ്റർ എഴുതി തരുന്നു, ഒരു ഡയറക്ടർ ഡയറക്ഷൻ ചെയ്യുന്നു, നമ്മൾ അഭിനയിക്കുന്നു. ഉലകം ചുറ്റും. ഉലകം ചുറ്റും പോലെ ജയറാം മേഡം. ഓക്കെ, അപ്പം എന്തായാലും മരണമാസ് വിഷു തിയേറ്ററിൽ റിലീസ് ആകുമ്പോഴാണ്. അപ്പം മരണമാസ് പോലെ തന്നെ ആവട്ടെ സിനിമയും, വളരെ വലിയൊരു വിജയമാവട്ടെ. താങ്ക് യു സോ മച്ച്. Thank you so much. Thank you. താങ്ക് യു. Okay. അയ്യോ